ഹമാസ് ഉപയോഗിച്ച യൂണിവേഴ്സിറ്റിയിലെ 3 ടവറുകൾ തകർത്തു. 40 ഭീകരന്മാരെ വധിച്ചു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഗാസയിലെ കൂറ്റൻ 1 ഡസൻ കെട്ടിട സമുച്ചയവും തകർത്തു. ഗാസ സിറ്റിയിലെ മുഴുവൻ നിർമ്മിതിയും മണ്ണോട് മണ്ണാകുമെന്നും ഇസ്രായേൽ ഇവിടെ വ്യക്തമാക്കുന്നു. ലക്ഷ്യം ഗ്രേറ്റ് ഇസ്രായേലിന് കീഴിൽ പുതിയ ഗാസ എന്നതാണ് വ്യക്തമാക്കുന്നത്. ഇതോടുകൂടി തന്നെ ഹമാസിന്റെ അടിവേരിളക്കിയുള്ള ആക്രമണമാണ് ഇപ്പോൾ ഗാസയിൽ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. വ്യോമാക്രമണം ശക്തമാകുന്നതിനിടയിൽ തുടർന്നുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ 2.5 ലക്ഷത്തിലധികം പേർ ഗാസ നഗരം വിട്ടുപോയതായിരുന്നു ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയത്. IDF അതായത് ഇസ്രായേൽ സേന അവരുടെ കണക്കുകൾ പ്രകാരം ഗാസ നഗരത്തിലെ 1/4 ലക്ഷത്തിലധികം ജനങ്ങൾ സ്വന്തം സുരക്ഷയ്ക്കായി തന്നെ നഗരം വിട്ടുപോയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ സൈനിക വ്യക്തമായ ഒരു കേണൽ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ ഗാസ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമായി തന്നെ ഏകദേശം 10 ലക്ഷത്തിലധികം പാലസ്തീനികൾ താമസിക്കുന്നുണ്ട് എന്നതാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഗാസയിലെ മാധ്യമ നിയന്ത്രണങ്ങളും പല പ്രദേശങ്ങളിലേക്കും പ്രവേശിക്കുന്നതിനുള്ള വെല്ലുവിളിയും കാരണം തന്നെ സൈന്യം നൽകുന്ന വിശദാംശങ്ങളോ അല്ലെങ്കിൽ പാലസ്തീൻ പ്രദേശത്തെ സിവിൽ ഡിഫൻസ് ഏജൻസി റിപ്പോർട്ട് ചെയ്ത ട്രോൾ കണക്കുകളോ സ്വതന്ത്രമായി തന്നെ പരിശോധിക്കാൻ ന്യൂസ് ഏജൻസികൾക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുതയായി പറയുന്നത്.